ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന ചാപ്റ്ററാണ്. എന്താണ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്തും പിന്നെ അതിൻ്റെ കുറച്ച് ഫോംസും ഫങ്ഷൻസും കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്ക് പോവാം സെമിനാറിലേക്ക്. ഫസ്റ്റ് വൺ, എന്താണ് റിപ്പോർട്ട് റൈറ്റിംഗ്? റിപ്പോർട്ട് റൈറ്റിംഗ് is considered as a major component of research study. Report writing is a systematic, scientific and consistent presentation of entire process of carry out. എന്താ പറയുന്നത്? റിപ്പോർട്ട് റൈറ്റിംഗ് ഈസ് കൺസിഡേർഡ് ആസ് എ മേജർ കമ്പോണൻറ്റ് ഓഫ് റിസർച്ച് സ്റ്റഡി. ഒരു മേജർ കമ്പോണൻ്റ് ആണ് റിസർച്ച് സ്റ്റഡീൻ്റെ റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക്, സയൻറ്റിഫിക് ആൻഡ് കൺസിസ്റ്റൻറ്റ് പ്രസൻറ്റേഷൻ ഓഫ് എൻ്റയർ പ്രോസസ് ഓഫ് ക്യാരി ഔട്ട്. എന്താണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, സയൻറ്റിഫിക് ആയിട്ടുള്ള കൺസിസ്റ്റൻറ്റ് പ്രസൻറ്റേഷനും ആയിരിക്കണം ആ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്തതാണ് റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ട് പറഞ്ഞാൽ എന്താണ്? എ റിസർച്ച് റിപ്പോർട്ട് ഈസ് എ പ്രസൻറ്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ് ഇൻ ദി ഫോം ഓഫ് എ റിപ്പോർട്ട് ആൻഡ് ഇറ്റ് ഈസ് നെസസറി പാർട്ട് ഓഫ് ദി റിസർച്ച് പ്രോസസ്. റിപ്പോർട്ടിംഗ് ഈസ് ദി എൻഡ് പ്രോഡക്റ്റ് ഓഫ് ദി റിസർച്ച് വർക്ക്. റിസർച്ച് റിപ്പോർട്ട് ഈസ് എ പ്രസൻറ്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ് ഇൻ ദി ഫോം ഓഫ് റിപ്പോർട്ടിംഗ് ആൻഡ് നെസസറി പാർട്ട് ഓഫ് ദി റിസർച്ച് പ്രോസസ്സ്. എന്താണ്? നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഫൈൻഡിങ്സിൻ്റെയും അതേപോലെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള പ്രോസസ്സിൻ്റെയും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അതൊരു റിപ്പോർട്ടാക്കി സബ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് എഴുതി വെച്ചത്, ഇതിനെ കുറിച്ചാണ്, ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് എഴുതി വെച്ചിട്ടുള്ളത്, അതിൻ്റെ ഒരു എൻഡ് പ്രോസസ്സാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഫങ്ഷൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ടിംഗ്. എന്തൊക്കെ ഫങ്ഷൻസാണ് റിസർച്ച് റിപ്പോർട്ടിംഗിലുള്ളത്? ഒന്ന്, ഇറ്റ് ഹെൽപ്സ് ടു നോ ദി ക്വാളിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ ദി റിസർച്ചർ. ദെൻ ദി പോളിസി മേക്കർ ടേക്ക് കോപ്പറേറ്റീവ് ആക്ഷൻ. തേർഡ് വൺ, ഫ്യൂച്ചർ റെഫറൻസ്. ഇങ്ങനെ 3 ഫങ്ഷൻസാണ് റിസർച്ച് റിപ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതിൻ്റെ ടൈപ്സ് ടൈപ്സ് മെയിനായിട്ട് 2 റിപ്പോർട്ടാണുള്ളത്. ഒന്ന് ഓറൽ റിപ്പോർട്ടും ദെൻ റിട്ടൺ റിപ്പോർട്ടും. ഓറൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓറൽ റിപ്പോർട്ട് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ USA while reporting to government or industries, but it does not developed in India. The oral report is helpful to communicate continuously to fellow workers. It also effective work when policy recommendation and importance. എന്താണ്? ഓറൽ റിപ്പോർട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് USA-യിലാണ്. ദെൻ എന്തിനൊക്കെ? ഗവൺമെൻറ്റിലും ഓർ ഇൻഡസ്ട്രിയിലും. USA-യിലുള്ള ഗവൺമെൻറ്റിലും ഇൻഡസ്ട്രീസിലൊക്കെയാണ് നമ്മൾ ഓറൽ റിപ്പോർട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിൽ ഈ ഓറൽ റിപ്പോർട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഈ ഓറൽ റിപ്പോർട്ട് മെയിനായിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്നത് നമ്മുടെ വർക്കേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇറ്റ് ഹെൽപ്പ് ടു എഫക്റ്റീവ് പോളിസി റെക്കമെൻഡേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ്. കൂടുതൽ പോളിസീസൊക്കെ എടുക്കാൻ സാധിക്കും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ഉണ്ടാകുമ്പോൾ. ദെൻ രണ്ടാമത്തെയാണ് റിട്ടേൺ റിപ്പോർട്ട് എന്ന് പറയുന്നത്. റിട്ടേൺ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മെയിനായിട്ട് 3 ഉള്ളത്. ഒന്ന് പോപ്പുലർ റിപ്പോർട്ട് സബ്മിറ്റഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. ദെൻ ടെക്നിക്കൽ റിപ്പോർട്ട്. പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ it is prepared to those person who are not interested in technical aspects of study. അതായത് നമ്മൾ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒന്നും ഇല്ലാതെ ഒരു സിംപ്ലിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ദെൻ റിപ്പോർട്ട് സബ്മിറ്റഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ്. റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ യൂസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഓർ എക്സിക്യൂട്ടീവ് ഓർ ഫോർ ഫെലോ റിസർച്ചർ. ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ഫോർ ടേക്കിംഗ് ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് റിപ്പോർട്ട് സബ്മിറ്റഡ് ആണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടെക്നോളജീസൊക്കെ യൂസ് ചെയ്ത് റിസർച്ച് മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തെങ്ങാണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. അത്രയും പറയണത്. മെയിനായിട്ട് 3 പോപ്പുലർ റിപ്പോർട്ടും റിപ്പോർട്ട് സബ്മിറ്റഡ് അഡ്മിനിസ്ട്രേറ്ററും ടെക്നിക്കൽ റിപ്പോർട്ട്. ഓക്കെ. ദെൻ അടുത്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളതൊന്നാണ് ഫോംസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫോംസ് ഓഫ് റിസർച്ച് റിപ്പോർട്ടിൽ മെയിനായിട്ട് 3 ഫോംസാണ് ഉള്ളത്. ഒന്ന് ദി പ്രിലിമിനറീസ്, ദി ടെക്സ്റ്റ് ആൻഡ് ദി റെഫറൻസ് മെറ്റീരിയൽ. അങ്ങനെ 3 ഉള്ളത്. അതിൽ ദി പ്രിലിമിനറീസിൽ പറഞ്ഞത് 5 പോയിൻ്റ് ഉണ്ട്. ടൈറ്റിൽ പേജ്, പ്രിഫറൻസ് ഇൻക്ലൂഡിങ് അക്നോളജ്മെൻറ്റ്,
ടേബിൾ ഓഫ് കണ്ടൻറ്റ്, ലിസ്റ്റ് ഓഫ് ടേബിൾ, ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ഓർ ഇല്ലിസ്ട്രേഷൻ. അങ്ങനെ 5 പോയിൻ്റാണ് പ്രിലിമിനറീസ്, അതായത് നമ്മുടെ ബോഡി മെയിൻ്റെ ഫ്രണ്ട് മാറ്ററിൽ വരുന്നത്, ഫ്രണ്ട് പേജിൽ വരുന്ന സംഭവങ്ങളാണ് പറയണത്. ദെൻ രണ്ടാമത്തെയാണ് ദി ടെക്സ്റ്റ് അല്ലെങ്കിൽ ബോഡി സെക്ഷൻ എന്ന് പറയും. അതിൽ അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷൻ, റിസർച്ച് പ്രൊസീജിയർ, റിസൾട്ട്, ഡിസ്കഷന്, കൺക്ലൂഷൻ ആൻഡ് സമ്മറി. അങ്ങനെ 5-6 പോയിൻ്റാണ് ഉള്ളത്. ദെൻ മൂന്നാമത്തെ ദി റെഫറൻസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബാക്ക് മാറ്റർ എന്ന് പറയും. അതിലാണ് ബിബ്ലിയോഗ്രഫി, അപ്പൻഡിക്സ്, ഇൻഡെക്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് എന്താണെന്ന് വെച്ച് നോക്കാം. ഫസ്റ്റ് ആണ് പ്രിലിമിനറി സ്റ്റേജസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടൈറ്റിൽ പേജ്. അതായത് നമ്മുടെ ടൈറ്റിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാവുക, ഇത് ടൈറ്റിലിൻ്റെ പേജ്, നമ്മൾ പേജ് നമ്പർ കൊടുക്കുന്നത്. പിന്നെ നെയിം ഓഫ് കാൻഡിഡേറ്റ് ഓർ റിസർച്ചർ, ആരാണോ റിസർച്ച് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ റിസർച്ചറും, നമ്മളെ നെയിമും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ എടുത്താൽ മതി. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും, നമ്മളെ ആളും അതാ പറഞ്ഞത്. ദെൻ നെയിം ആൻഡ് ഡെസിഗ്നേഷൻ, സൂപ്പർവിഷൻ ഓർ ഗൈഡ്. നമ്മുടെ അടുത്തതിലാണ് നമ്മുടെ സൂപ്പർവിഷൻ, അതായത് നമ്മളെ ഗൈഡ്, നമ്മളെ പ്രൊജക്റ്റിന് ഓരോ ഗൈഡ് നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ, അവരുടെ പേര്. ദെൻ ഡിഗ്രി ഫോർ വിച്ച് ദി തീസ് ഈസ് പ്രസൻറ്റഡ്, നമ്മുടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള തീം. ദെൻ നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന്, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷന് ഏതാ ചോദിക്കുന്നത്. ദെൻ മന്ത് ആൻഡ് ഇയർ ഓഫ് ദീസ് ബീയിങ് പ്രസൻറ്റഡ്, നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള വർഷവും മാസവും അതാണ് നമ്മളെ ഫ്രണ്ട് പേജിൽ വരിക. ദി ടേബിൾ ഓഫ് കണ്ടൻറ്റ്. ടേബിൾ ഓഫ് കണ്ടൻറ്റ് പറഞ്ഞാൽ ദി ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ആൻ അനലിറ്റിക്കൽ വ്യൂ ഓഫ് മെറ്റീരിയൽ ഇൻക്ലൂഡിങ് ഇൻ ദി സ്റ്റഡി ടുഗെദർ വിത്ത് ദി സീക്വൻസ് ഓഫ് പ്രസൻറ്റേഷൻ. നമ്മൾ ഏതൊക്കെ അനലിറ്റിക്കൽ വ്യൂയിലൂടെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നത് ടേബിളാക്കി കൊടുത്തിരിക്കുക. നമ്മൾ കണ്ടൻറ്റിനെ ഓരോ ടേബിൾ വൈസ് ആയിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം. ദെൻ ലിസ്റ്റ് ഓഫ് ടേബിൾ, നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ചെയ്ത പോലെ തന്നെ ആഫ്റ്റർ ദി പ്രസൻറ്റേഷൻ ഓഫ് ടേബിൾ ഓഫ് കണ്ടൻറ്റ് റൈറ്റർ ഈസ് റിക്വയർഡ് ടു പ്രിവ്യൂ എ ലിസ്റ്റ് ഓഫ് ടേബിൾ. നമ്മൾ ആ ടേബിളിനെ ലിസ്റ്റ് ചെയ്യുക, എത്ര തരത്തിലുള്ള ടേബിൾസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം. Then list of figures, list of figures appear in the same form as the list of table. നമ്മളെ സാധാ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്യുക, ഫിഗേഴ്സിനെ ലിസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ മെയിൻ സെക്ഷനാണ് ദി ടെക്സ്റ്റ് അല്ലെങ്കിൽ ദി ബോഡി എന്ന് പറയും. അതിൽ ഫസ്റ്റ് വന്നാണ് അബ്സ്ട്രാക്റ്റ്. അബ്സ്ട്രാക്റ്റ് പറഞ്ഞാൽ എന്താ, ദി അബ്സ്ട്രാക്റ്റ് should in the briefest term possible describe the topic, the scope, the principal findings and the conclusion. നമ്മൾ അബ്സ്ട്രാക്റ്റ് എന്നാൽ നമ്മുടെ ഒരു ചെറിയൊരു ഏറ്റവും നമ്മളെന്താണ് ചെയ്യുന്നത് അതിന് ചുരുക്കത്തിലുള്ള ഒരു സബ്ജക്റ്റ് ചുരുക്കമായിട്ട് കൊടുക്കുക, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. എന്താണോ നമ്മൾ എഴുതിയിട്ടുള്ളത് അതിൻ്റെ ചുരുക്കത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ, അതിൻ്റെ പ്രധാന കണ്ടെത്തലുകൾ എന്താണ്, അതേപോലെ തന്നെ നിഗമനം, കൺക്ലൂഷന്, അതൊക്കെ നമ്മൾ ചെറുതായിട്ട് അങ്ങനെ കൊടുക്കുക. അതാണ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻട്രൊഡക്ഷന്. ദി നാച്ചർ ഓഫ് ദി പ്രോബ്ലം ആൻഡ് വൈ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് ഷുഡ് ബി കൺവേഡ് ഇൻ ദി ഓപ്പണിംഗ് പാരഗ്രാഫ്. ദിസ് സെക്ഷൻ ഷുഡ് ഡിസ്ക്രൈബ് ക്ലിയർലി ബട്ട് ബ്രീഫ്ലി the background information on the problem, what has been done for and the objective of the current project. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. നമ്മൾ എന്ത് സബ്ജക്റ്റിനെ കുറിച്ചാണോ എഴുതാൻ പോകുന്നത്, റിസർച്ച് ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ചുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ എന്താണ്, അതിൻ്റെ ചെറിയൊരു ഇൻട്രോ കൊടുക്കുന്നതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സബ്ജക്റ്റിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രോ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ഇതാണ് ചെയ്യുന്നത്, അതിലുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ അത്. Then research procedure. The methodology describe what was actually done. The reader is interested to know how the study is carried out. എന്ത് റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി നടത്തുന്നത്, അത് നമ്മളവിടെ നോട്ട് ചെയ്യണം. ദെൻ റിസൾട്ട്. In this section, relevant data, observation and findings are summarized. Tabulation of data, equations, chart and figures can be effectively to present result clearly and consciously. In this section എന്ന് പറഞ്ഞാൽ നമ്മൾ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് നമ്മളത് റെലവൻറ്റ് ഒബ്സർവേഷൻ നടത്തുക ആൻഡ് ഫൈൻഡിങ് സമ്മറൈസ്. ആ ഡാറ്റാസ് നമ്മൾ സമ്മറൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ടേബുലേഷൻ ചെയ്യുക.
അതായത് ഡാറ്റാസിനെ ഒരു ഗ്രാഫ്സോ അല്ലെങ്കിൽ ചാർട്ടോ ഇക്വേഷനോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിന് ടേബുലേഷൻ ചെയ്യുക ആ റിസൾട്ടിനെ, അങ്ങനെ പറയണത്. അതാണ് റിസൾട്ട്സ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്കഷൻ. ഇൻ ദി ക്രൂക്സ് ഓഫ് ദി റിപ്പോർട്ട് ഈസ് ദി അനലൈസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്. നമ്മൾ ടേബുലേഷൻ ചെയ്തിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ ചെറിയൊരു എക്സ്പ്ലനേഷന് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാം. അതായത് എന്താണ് നമ്മൾ ആ ടേബിളായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് ചെറിയൊരു എക്സ്പ്ലനേഷൻ അണ്ടറിൽ ആ ഗ്രാഫ് ചെയ്തിട്ടുള്ളത് നമ്മൾ ചെറുതായിട്ടൊന്ന് പാരഗ്രാഫാക്കി കൊടുക്കുക. അതാണ് ഡിസ്കഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. Then conclusion and summary. A separate section outlined in the main conclusion of the project is appropriate if conclusion have not already been stated in the discussion section. അതായത് നമ്മൾ റിസൾട്ടിന് ഡിസ്കഷനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ചെറിയൊരു കൺക്ലൂഷൻ വെച്ച് കൊടുക്കുക. നമ്മൾ ഇന്നതാണ് ചെയ്തിട്ടുള്ളത്, ഏത് ടോപ്പിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് ചെറുതായിട്ട് കൺക്ലൂഡ് ചെയ്യുക. എന്താണ് അതിന് ചെറിയൊരു സമ്മറി, നമ്മൾ ഇൻട്രോ കൊടുക്കുന്ന പോലെ തന്നെ ചെറിയൊരു സമ്മറി, അതാണ് പറയണത്. ദെൻ മൂന്നാമത്തെ മെയിൻ സെക്ഷനാണ് ദി റെഫറൻസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബാക്ക് മാറ്റർ എന്ന് പറയുന്നത്. Literature reference should be collated at the end of the report. All the report reference should be checked against the original literature. അതായത് നമ്മൾ എന്തൊക്കെ ബിബ്ലിയോഗ്രഫി ആണോ, അപ്പൻഡിക്സ് ആണോ, ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് ഏതൊക്കെ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മൾ റെഫറൻസ് ചെക്ക് ചെയ്യുമല്ലോ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ചില റിസർച്ചർ അത് നമുക്ക് അത് നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ട് നമുക്ക് വാല്യൂ തരുള്ളൂ, അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ റെഫറൻസും ബിബ്ലിയോഗ്രഫിയൊക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വെക്കും, അതാണ് പറഞ്ഞത്. ദെൻ അടുത്ത ഒരു സെക്ഷനാണ് പെർഫോമൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. മെയിനായിട്ട് 3 സ്റ്റേജസ് ആണ് പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ളത്. ഒന്ന് ഓർഗനൈസേഷൻ ഓർ സ്ട്രക്ചറൽ, അല്ലെങ്കിൽ റൈറ്റിംഗ് അപ്പ്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ. അങ്ങനെ 3 സ്റ്റേജസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓർഗനൈസേഷൻ ഓർ സ്ട്രക്ചറൽ ഓഫ് റിസർച്ച് റിപ്പോർട്ട്. ദി ഓർഗനൈസേഷൻ ഓർ സ്ട്രക്ചർ ഓഫ് ദി റിസർച്ച് റിപ്പോർട്ട് ഫോംസ് ദി ബേസിസ് ഫോർ പ്രിപ്പയറിംഗ് ദീസ് റിസർച്ച് റിപ്പോർട്ട്. The researcher is required to plan how to arrange his ideas in a logical and sequential order. A well-created form will help to overcome wrong emphasis. This helps to work more attractive. നമ്മളെ ഓർഗനൈസേഷണൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഫോം ദി ബേസ് ഓഫ് പ്രിപ്പയറിംഗ് റിസർച്ച് റിപ്പോർട്ട്. ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറോ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. അത് റിസർച്ച് റിപ്പോർട്ട് ഈസ് റിക്വയർഡ് ടു പ്ലാൻ ഹൗ ടു അറേഞ്ച്. നമ്മൾ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ആൾ നമ്മൾ റിപ്പോർട്ട് എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. അതിൻ്റെ ഐഡിയാസും അതിൻ്റെ ലോജിക്കലും അതിൻ്റെ സീക്വൻസ് ഓർഡേഴ്സും ഒക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളത് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ അട്രാക്റ്റീവും അതേപോലെ എല്ലാ തെറ്റുകളും റോങ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കുള്ളൂ, അതാ പറഞ്ഞത്. ദെൻ രണ്ടാമത്തെയാണ് റൈറ്റിംഗ് അപ്പ്. Proper presentation of the report is an integral part of all project. Colloquial conversation or other modes of expansion are not suitable in this. The report should be clear. The clarity of the report depends upon language command of the writer, his language about facts and techniques, ആൻഡ് ദി ഡാറ്റ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. അതായത് നമ്മൾ റൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ കൊളോക്യലായിരിക്കണം, കോൺവെർസേഷന് നല്ല മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലുണ്ടായിരിക്കണം. എന്തെങ്കിലും മോഡ്സ് ഓഫ് എക്സ്പ്രഷൻസ് ആർ നോട്ട് സ്യൂട്ടബിൾ തീസ്. എന്തെങ്കിലും മോഡ്സ് ഓഫ് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്യൂട്ടബിൾ ആവില്ല. നമ്മൾ ഒരു കൊളോക്യലായിട്ടുള്ള കോൺവെർസേഷനും ഉപയോഗിക്കുക. ദെൻ റിപ്പോർട്ട് ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം. എന്താണ് ചെയ്തിട്ടുള്ളത് ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കണം. റിപ്പോർട്ട് ഡിപ്പെൻഡ് ലാംഗ്വേജ് കമാൻഡ്, നല്ല ക്ലിയറായിട്ടുള്ള ലാംഗ്വേജ് കമാൻഡ് യൂസ് ചെയ്യണം. അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ തേർഡ് സ്റ്റേജാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി തേർഡ് സ്റ്റേജ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ്. ദി ഡോക്യുമെൻറ്റേഷൻ ആർ ഡൺ ഫോർ ഫോളോയിങ് പർപ്പസ്. ദി സപ്പോർട്ട് ദി ഫാക്ട്സ് പ്രസൻറ്റഡ് ബൈ ദി റിസർച്ചർ.
അതിലുള്ള ഫസ്റ്റ് പോയിൻ്റാണ് ഇത് സപ്പോർട്ട് ഫാക്ട്സ് പ്രസൻറ്റഡ് ബൈ ദി റിസർച്ച്. നമ്മൾ റിസർച്ചറെ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ഫാക്ടർ ആയിരിക്കണം. ദെൻ എനേബിൾ ദി റിസർച്ച് ടു അക്നോളജ് ടു അതർ ഹൂ ഹാവ് ഹെൽപ്ഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ചെയ്യുന്ന റിസർച്ചിന് ഇൻവെസ്റ്റിഗേഷന് ഹെൽപ്പ് ചെയ്തിരിക്കണം, അതായത് നമ്മൾ നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ടു ഹെൽപ്പ് ടു ഇൻഡിക്കേറ്റ് ദി ഡിഫറൻസ് വ്യൂ ഫാക്ട്സ് ആൻഡ് ഫൈൻഡിങ്സ്. നമ്മൾ ഫൈൻഡിങ്സൊക്കെ കണ്ടുപിടിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യണം. ഇറ്റ് ഹെൽപ്പ് ടു റീഡർ ടു ഗെറ്റ് അഡീഷണൽ ഇൻഫർമേഷൻ. റീഡർക്ക് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. എന്താണ് റിസർച്ച് റിപ്പോർട്ട് എന്നും അതേപോലെ റിപ്പോർട്ട് റൈറ്റിംഗ് എന്നും പിന്നെ അതിൻ്റെ ഫങ്ഷൻസും 3 ഫങ്ഷൻസാണുള്ളത് മെയിനായിട്ട്. ഒന്ന് ക്വാളിറ്റി ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നത്, പിന്നെ പോളിസി മേക്കേഴ്സ് കോർപ്പറേറ്റീവ് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ റെഫറൻസ്, അങ്ങനെ 3 ഫങ്ഷൻസാണ്. ദെൻ ടൈപ്പ് മെയിനായിട്ട് 2 ഓറലും റിട്ടേണും. ഓറൽ എന്ന് പറഞ്ഞാൽ USA യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ്, നമ്മളെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒന്നാണ്. റിട്ടേൺ 3 തരത്തിലാണ്: പോപ്പുലറും, റിപ്പോർട്ട് സബ്മിറ്റഡ് അഡ്മിനിസ്ട്രേറ്ററും, ടെക്നിക്കൽ റിപ്പോർട്ടും. പോപ്പുലർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടൊരു വേയിൽ ഉപയോഗിക്കുന്നത്. റിപ്പോർട്ട് സബ്മിറ്റ് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ റിസർച്ച് മെത്തഡോളജി മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നോക്കുന്നത്. പിന്നെ ഫോംസ് പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 ഫോംസാണ്: പ്രിലിമിനറീസും ടെക്സ്റ്റും ദെൻ റെഫറൻസ് മെറ്റീരിയലും. അതിൻ്റെ അണ്ടറിൽ കുറേ വരുന്നുണ്ട്. ഇത് നമ്മളെ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് ഇതും. അതിൻ്റെ അണ്ടറിൽ അത് കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. പിന്നെ ഇൻട്രൊഡക്ഷൻ, റെഫറൻസ് മെറ്റീരിയലൊക്കെ പറഞ്ഞു. പിന്നെ പ്രധാനമായിട്ടും 3 പെർഫോമൻസ് മെറ്റീരിയൽ 3 സ്റ്റേജസാണ്: ഓർഗനൈസേഷൻ, റൈറ്റിംഗ് ഓഫ് ഡോക്യുമെൻറ്റേഷനും. ഇതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.